ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ. എന്നും ഒരേ ടൈപ്പിലല്ലേ നമ്മൾ കഴിക്കാറ്. ഇന്ന് വളരെ രുചികരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. നിങ്ങൾ ഒരു തവണ ചെയ്താൽ വീണ്ടും ഇത് ചെയ്ത് നോക്കും. അത്ര രുചിയുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. രാവിലെ മാത്രമല്ല, നമുക്ക് വൈകുന്നേരവും ചെയ്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും, ഞാൻ ഗ്യാരൻറ്റി തരികയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അളവാണ് കേട്ടോ എടുക്കുന്നത്. അര ഗ്ലാസ് എടുത്തിട്ടില്ല, അര ഗ്ലാസ്സിനേക്കായി കുറവാണ്, എന്നാൽ 1/4 ഗ്ലാസ്സിനേക്കായി കൂടുതലാണ് നമ്മുടെ വെള്ളം ഉള്ളത്. അപ്പോൾ അത്ര വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിലോ ഏതായാലും മതി. പിന്നെ കുറച്ച് ഉപ്പ്, ഞാനൊരു കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് അളവിന് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കൈവച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഏകദേശം ഒരു 4-5 മിനിറ്റ് കുഴച്ചെടുത്താൽ അത്രയും നന്നായിട്ട് വരും. അപ്പോൾ ഞാൻ ഈ ഫ്ലോറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു 3-4 മിനിറ്റ് എടുത്ത് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഡോ. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാനൊരു 3 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. ഇനി ഇത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നത് വരെ നമുക്കൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതായത് തീ ഇടയ്ക്ക് കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തായാലും നല്ല ഗോൾഡൻ ഷെയ്ഡ് ആവണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് ഇതിന് കിട്ടില്ല. ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് കറക്റ്റ് ഫോളോ ചെയ്താൽ മാത്രമേ ഇത് രുചികരമായിട്ട് വരത്തുള്ളൂ, അത് ഉറപ്പാണ്. അപ്പം കറക്റ്റ് ഫോളോ ചെയ്ത് മാത്രം ചെയ്യുക. കുറച്ച് കണ്ടിട്ട് കുറച്ച് കാണാണ്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുളമായിട്ട് പോകും. നല്ല ഗോൾഡൻ ഷെയ്ഡ് ആയാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് ഒരു 1-2 മിനിറ്റോളം ഇതൊന്ന് വഴറ്റി കൊടുക്കണം. കാരണം അതിൻ്റെ പച്ചമണമൊക്കെ നല്ല പോലെ മാറി കിട്ടിയാൽ മാത്രമേ ടേസ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 2 മിനിറ്റോളം ഞാനിത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ പോലെ ആയിട്ടുമുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു വലിയ പഴുത്ത തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടവേ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം നമ്മുടെ തക്കാളി നല്ല പോലെ വെന്ത് ഉടഞ്ഞ് കിട്ടണം. അത്ര ആവുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കണ്ടല്ലോ, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും തക്കാളി എല്ലാം നല്ല വെന്തിട്ടുണ്ട്. സമയം എടുക്കും, ഞാനിത് നിങ്ങളെ പെട്ടെന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ആ സമയം എടുത്ത് ചെയ്യുമ്പോൾ തന്നെയാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് നല്ല ഉടഞ്ഞൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു നുള്ള അളവിൽ നമ്മുടെ ഗരം മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു സീക്രട്ട് ചേരുവകയാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മുടെ രുചിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ചേരുവക നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ഇതും കൂടെ ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റേ മാറും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാണ്ടും ചെയ്യാം, പക്ഷേ ഇത് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ റിയൽ
റിയൽ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്കിതിന് കിട്ടുക. അപ്പോൾ ടൊമാറ്റോ സോസൊക്കെ ഇപ്പോൾ അടുത്തുള്ള കടകളിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ്. ചെറിയ ബോട്ടിലിൽ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അത് മേടിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, അത്ര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഡോ ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് എടുത്തിട്ട് ഒരു 3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു 3 ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ബോൾസും എടുത്തിട്ട് കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ ദേ അടുപ്പിലോട്ടൊരു കല്ല് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് തീ ഒന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ആ ഒരു ചപ്പാത്തി ഇട്ട് കൊടുക്കണം. ഇത് ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ എടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എന്താ പറയുക, അത്രയ്ക്ക് നന്നായിട്ടാണ് നമ്മുടെ ചപ്പാത്തി കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കുറച്ച് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കട്ടറില്ലെങ്കിൽ ഒന്നെങ്കിൽ കൈവച്ച് പിച്ചിയിട്ടാലും മതി. ഞാനിപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണാനൊരു ലുക്കിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ കൈവച്ചിട്ട് തന്നെ പിച്ചി ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെറിയ പീസായിട്ട് എല്ലാ ചപ്പാത്തിയും കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ചപ്പാത്തിക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ്. അപ്പോൾ അതും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മയോണൈസ് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് കൂട്ടാനായിട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ഒരു 2 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി, പിന്നെ നമ്മൾ ചേർക്കുന്നത് വെളുത്തുള്ളി, 2 ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. കൂടാൻ പാടില്ല വെളുത്തുള്ളി, ഇത്രയും ചേർക്കാവൂ. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഞാൻ കുരുമുളക് ചേർക്കാൻ മറന്നു കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഹൈ സ്പീഡിൽ നിങ്ങൾ ഒരു മിനിറ്റ് അടിച്ചെടുത്താൽ മതി. നല്ലത് ഇതുപോലെ ആയിട്ട് കിട്ടും. കണ്ടോ, സിമ്പിളായിട്ടുള്ള നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഇഷ്ടമല്ലെങ്കിൽ പാല് യൂസ് ചെയ്യാം. മുട്ടയ്ക്ക് പകരം ഒരു 1/2 കപ്പ് പാല് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മസാലയിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ, അത് നിങ്ങൾക്ക് അപ്പം തന്നെ ചേർക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ മയോണൈസിൻ്റെ റെസിപ്പി കാണിച്ചുകൊണ്ട് ഞാൻ പിന്നെ ചേർത്തുന്നേ ഉള്ളൂ. ആ ഒരു ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ അരപ്പ് ഇതിൻ്റെ എല്ലാ വശത്തേക്കും എത്തണം കേട്ടോ. അതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്നും നമ്മൾ ഒരേ വിധത്തിലല്ലേ കഴിക്കുന്ന. ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. കാരണം അത്രയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും ഇത്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ മയോണൈസിൽ അങ്ങോട്ട് മുക്കി അങ്ങോട്ട് കഴിച്ചാണ്ടല്ലേ പൊള്ളിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.